ഈ വിറക് കത്തിക്കുന്ന പുക ഗ്യാസിനേക്കാൾ ഹെൽത്തി വേ ഓഫ് കുക്കിംഗ്, ടേസ്റ്റി വേ ഓഫ് കുക്കിംഗ് എന്നൊക്കെയാണ് നമ്മൾ അതിന് പറയാ. വിറകടുപ്പിൽ വെക്കുന്ന ഭക്ഷണത്തിന് ഡയറക്റ്റ് ഉള്ളിലേക്ക് ബ്രീത്ത് ചെയ്തെടുക്കാൻ പാടില്ലാത്ത പുകകൾ. നമ്മൾ എന്തെങ്കിലും കത്തിച്ചിട്ട് വരുന്ന പുകയുണ്ടല്ലോ, അതിന്റെ മെയിൻ സാധനം ബൈ പ്രോഡക്റ്റ് ആണ് ഈ കാർബൺ പാർട്ടിക്കിൾസ്. ഇതാണ് ശ്വാസകോശത്തിലൊക്കെ പോയി ഡെപ്പോസിറ്റ് ആയി നമ്മൾ ഈ പിഴിഞ്ഞ് കാണിക്കുന്ന കറുത്ത ടാർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് ഈ പറയുന്ന പുകകളിലല്ലാണ്ട് എന്തൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ, അഗർബത്തി കത്തിച്ചാലും, മൊസ്കിറ്റോ കോയിൽ കത്തിച്ച് കഴിഞ്ഞാലും, നമ്മൾ പേപ്പർ കത്തിച്ചാലും, പ്ലാസ്റ്റിക് എന്ത് സാധനം കത്തിച്ച് കഴിഞ്ഞാലും, വിറകടുപ്പ് കത്തിച്ച് കഴിഞ്ഞാലും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഇതേ സ്മോക്കാണ്. ഒരുപാട് കാലമായിട്ട് സ്മോക്ക് ശ്വസിച്ചിട്ടുള്ള ആൾക്കാർക്ക് ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറിനുള്ളിലേക്ക് ഇങ്ങനെ ട്യൂബ് ഇട്ട് നോക്കുന്നത്, അതൊക്കെ ഇട്ട് നോക്കുമ്പോൾ അവരുടെ ഈ നമ്മുടെ പുറത്തെ തൊലി പോലെ തന്നെ ശ്വാസകോശത്തിലേക്ക് പോകുന്ന കുഴലുകളിലൊക്കെ തൊലിയുണ്ട്. ആ തൊലിയെല്ലാം ഡാർക്കായിട്ടിരിക്കും. അതിൻ്റെ അടിയിലൊക്കെ ഫുൾ ഈ സൂട്ടിൻ്റെ ഡെപ്പോസിറ്റൊക്കെ പോലെയുള്ള. സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല, വിറകടുപ്പ് നന്നായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ അമ്മമാർക്കൊക്കെ ഈ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന അതേപോലെയുള്ള ശ്വാസമുട്ടാണ് കാണുക. മൊസ്കിറ്റോ കോയിൽസ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 50-100 സിഗരറ്റ് കത്തിക്കുന്ന ആ ഹാം ആണ് ഉണ്ടാക്കുക എന്നാണ് പറയണത്. ഈ സിഗരറ്റൊക്കെ കത്തിക്കുമ്പോൾ വരുന്ന അതേപോലെയുള്ള വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയും, ആ സാധനങ്ങളാണ് പോയിട്ട് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ അഗർബത്തിയുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്കൊരു പൂജാരി ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ജീവിതത്തിൽ കള്ളുകുടിച്ചിട്ടില്ല, പുകവലിച്ചിട്ടില്ല, ഒരു ദുശീലങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യൻ. പക്ഷേ നല്ല COPD ആണ്, നല്ല എൻഡ് സ്റ്റേജ് COPD എന്ന് പറഞ്ഞാൽ ഈ സ്മോക്കേഴ്സിന് വരുന്ന ടൈപ്പ് ശ്വാസം മുട്ട്. കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും അത് കാണുന്നത്, നടക്കുമ്പോൾ